الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا ربي بالمصطفى بلغ مقاصدنا وعفو لنا ما مضى يا واسع الكرم مولاي സമാധിനരായ വേദിയിൽ ഭവിഷ്യരായ പണ്ഡിത മഹത്തുക്കളെ, ഉസ്താദുമാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, എൻ്റെ അഭിവന്ദ്യ ഗുരുവര്യരായ ബഹുമാനപ്പെട്ട ഐത്തമി ഉസ്താദ്, അതുപോലെ തന്നെ ചുങ്കത്തൂർ ഉസ്താദ്, മുടിക്കോട് ഉസ്താദ്, മറ്റ് ഉസ്താദുമാരെ, എൻ്റെ എളിയ പ്രവാസം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയൊരു ആമുഖ പ്രഭാഷണത്തിലേക്ക് കടക്കുന്നില്ല. നേരത്തെ ഇവിടെ എത്തണമെന്ന് കരുതി 2 മണിയാകുമ്പോൾ സുൽത്താൻ ബത്തേരിയിൽ നിന്നും പുറപ്പെട്ടതാണ്. ചുരത്തിൽ ബ്ലോക്ക്, പിന്നെ അത് കഴിഞ്ഞ് താമരശ്ശേരി ബ്ലോക്കായി, പിന്നെ അത് കഴിഞ്ഞൊക്കെ സലാമത്തായെന്ന് കരുതി പിന്നെ കൂടത്തായി എത്തിയപ്പം അവിടെ അമ്പലത്തിൻ്റെ ചെറിയ പരിപാടികളൊക്കെ, അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹുസൈൻ എന്ന എൻ്റെ കൂടെ വന്ന അദ്ദേഹത്തിൻ്റെ ശ്രമഫലം കൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടെ എത്താൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും ടൈം നിങ്ങളുടെ സമയം കവർന്നെടുത്തതിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടും പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. സവിനയം ഈ വിധി തന്നെ പൊരുത്തപ്പെട്ടു തരണം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു സഫലീകരിച്ചു തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പ്രഭാഷണത്തിന് ശേഷം ബഹുമാനപ്പെട്ട സയ്യിദ് OMS തങ്ങളുടെ ദുആവും നസീഹത്തും പ്രാർത്ഥനയും ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരും അത് കഴിഞ്ഞിട്ടേ പോകാൻ പാടുകയുള്ളൂ. ആ ദുആയിൽ ഭക്തി നിർഭരമായ ആ ദുആയിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാവരും അത് കഴിഞ്ഞേ പോകാൻ പാടുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു സഫലീകരിച്ചു തരട്ടെ. സൃഷ്ടികളിൽ ഉത്തമരായിട്ടാണ് മനുഷ്യ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു തആല പടച്ചത്. ലോകത്ത് ആദ്യമായി മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു തആല പടച്ചു. അതിനുശേഷം ഒരുപാട് അമ്പിയാക്കൾ ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം, ഇങ്ങനെ ഒരുപാട് അമ്പിയാക്കൾ, ഒരുപാട് ആളുകൾ, ഒരുപാട് നബിമാർ ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഓരോ ഭാഗങ്ങളിലേക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഇസ്ലാമിന്റെ പ്രബോധനവുമായി ഓരോ നബിമാരെ അയക്കുകയാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷത്തോളം കാലം ഇസ്ലാമിക പ്രബോധനം നടത്താൻ വേണ്ടി കടന്നു ചെന്നു. ഇസ്ലാമിക പ്രബോധനം നടത്തി. എന്നിട്ടും 950 വർഷത്തോളം കാലം ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിയിട്ട് വിരലിലുണ്ടാകുന്ന ആളുകൾ മാത്രമേ ഇസ്ലാമിന്റെ സൗന്ദര്യ തീരത്തേക്ക് കടന്നു വന്നിട്ടുള്ളൂ. അവസാന കണ്ണിയായി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വരികയാണ്. ഈ ലോകത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരികയാണ്. ലോകത്തിന് കാരുണ്യമായിട്ടാണ്, ലോകത്തിന്റെ അനുഗ്രഹമായിട്ടാണ്
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത്. അന്നത്തെ ആളുകൾ ഇസ്ലാമിക പ്രബോധനവുമായിട്ട് ത്വായിഫിലേക്ക് മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെല്ലുകയാണ്. ത്വായിഫിലേക്ക് കടന്നു ചെന്നപ്പോ റസൂലുള്ളാഹിനെ പലരും എതിർത്തു, റസൂലുള്ളാഹിനെ പലരും മർദ്ദിച്ചു. ആ മർദ്ദനങ്ങൾ ഏറ്റിട്ട് മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വാനലോകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയേ, ഈ മനയെ ഈ ജനതയുടെ മേൽ മറിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോ കാരുണ്യവാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വേണ്ട ജിബ്രീലേ, ഈ മലയെ ഈ ജനതയുടെ മേൽ മറിക്കണ്ട. ഈ ജനതയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാമിന്റെ ശാന്തല തീരത്തേക്ക് കടന്നു വന്നാൽ അതെത്ര നന്നായനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് പറയുമ്പോ ഇങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട്, ഇങ്ങനെ ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റുകൊണ്ടാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ മുന്നോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന ആ സുന്നത്ത്, റസൂലുള്ളാഹി കാണിച്ചു തന്ന ആ ശരീഅത്ത്, അതനുസരിച്ച് കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, റബീഉൽ അവ്വൽ കടന്നു വന്നു. നമ്മൾ ഒരുപാട് മൗലിദുകൾ പാരായണം ചെയ്തു. റബീഉൽ അവ്വൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞു. പിന്നെ മൗലിദ് നമ്മൾ തുറന്ന് മൗലിദിന്റെ കിതാബ് നമ്മൾ പിന്നെ തുറന്നു നോക്കിയിട്ടില്ല. ഇങ്ങനെയാകരുത്. ഒരു ദിവസത്തിൽ ഒരു 10 തവണയെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ നാം ശ്രമിക്കണം. അതിന് നമുക്ക് കഴിയണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഉറക്കെ ആമീൻ പറയൂ. അതുകൊണ്ട് മനുഷ്യരെ അല്ലാഹു സൃഷ്ടിച്ചത് അവന് വേണ്ടിയിട്ട് ആരാധിക്കാനാണ്, പടച്ചറപ്പിനെ വേണ്ടിയിട്ട് ആരാധിക്കാനാണ്. ദുനിയാവിന്റെ സുഖലോലുപതയിൽ കഴിയാനല്ല. ദുനിയാവിലെ ഈ ദുനിയാവിന്റെ പളപ്പളപ്പിൽ നടന്നു നീങ്ങിയിട്ട് ആഘോഷങ്ങൾക്കോ ആഡംബരങ്ങൾക്കോ വേണ്ടി ജീവിക്കലല്ല ഇവിടെ വന്നത്. ഇവിടെ സ്വലാത്തും അതുപോലെ തന്നെ ഒരുപാട് നിസ്കാരങ്ങളും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാനാണ്. ഇവിടെ തൂനിവാസം ചെയ്തുകൊണ്ട് ജീവിക്കാനല്ല, ഇവിടെ തമ്മാടിത്തരങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാനല്ല. ഇസ്ലാമിന്റെ ആ ഒരു വസ്ത്രരീതി ഇന്നെന്റെ പെങ്ങന്മാര് മറന്നു കളഞ്ഞിട്ട് ഇന്ന് ഈമാനില്ലാതെ മുസ്ലിം എന്ന പേര് കൊടുത്തിട്ട് ഇന്ന് ഒരുപാട് റോഡുകളിലൂടെ ഇറങ്ങി നടക്കുകയാണ്. ഒരുപാട് പെണ്ണുങ്ങൾ, ഒരുപാട് സഹോദരന്മാര് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ദുനിയാവെന്നുള്ളൊരു ലോകമല്ല നമുക്കുള്ളത്. ആഖിറമെന്നുള്ളൊരു ലോകം നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരാനിരിക്കുകയാണ്. ദുനിയാവിനെ നമ്മൾ കെട്ടിപ്പിടിച്ചിട്ട് കാര്യമില്ല. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈന്തപ്പനയോല കൊണ്ടുണ്ടാക്കിയ പായിൽ ഇങ്ങനെ കിടക്കുകയാണ്. റസൂലുള്ളാഹി കിടന്നിട്ട് എഴുന്നേറ്റപ്പോ റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ വല്ലാതെ പാട് കണ്ടു. വല്ലാതെ അതിന്റെ അടയാളം കണ്ടപ്പോ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ അങ്ങേക്കൊരു വിരുപ്പുണ്ടാക്കി തരട്ടെയോ? അങ്ങെന്തിനാണ് കഷ്ടപ്പെടുന്നത്? അങ്ങ് ഈ ലോകത്തേക്ക്, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണദൂതനായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുക, നബിയേ, അങ്ങെന്തിനാണ് പ്രയാസം അനുഭവിക്കുന്നത്? അങ്ങെന്തിനാണ് പ്രയാസം അനുഭവിക്കുന്നത്? ഞങ്ങളൊരു വിരുപ്പുണ്ടാക്കി തരട്ടെയോ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, സ്വഹാബാ, മാലി വലി ദുനിയ, ഞാനും ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണ് സ്വഹാബാ? എന്ത് ബന്ധമാണ് സ്വഹാബാ? ഒരു വഴിയാത്രക്കാരന് ഒരു യാത്ര ചെയ്യുന്ന ഒരാൾ, അദ്ദേഹം ഒരു വിശ്രമത്തിന് വേണ്ടിയിട്ട് ഒരു മരത്തണലിലേക്ക് കടന്നു ചെല്ലുമ്പോ മരത്തിന്റെ അടിയിലേക്ക്, മരത്തിന്റെ ചുവട്ടിലേക്ക് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് കടന്നു ചെല്ലുമ്പോ അങ്ങനെ വിശ്രമിച്ചുകൊണ്ട് ആ മരത്തിന്റെ ചുവട്ടിൽ നിന്നും തിരിച്ചു പോകുന്നത് പോലെയാണ് ദുനിയാവിലെ അവസ്ഥ. ദുനിയാവിലേക്ക് നാം കടന്നു വന്നത്, ഇവിടെ നിന്ന് എപ്പോഴും വിട പറയാം. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വിട പറയാം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ വിട പറയേണ്ടതാണ്. മലക്കുൽ മൗത്ത് അസ്റാഈൽ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വന്നുകൊണ്ട് പിടിച്ചു കഴിഞ്ഞ പിന്നെ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് അത് അല്ലാഹു ബാക്കി തരില്ല. സെക്കൻഡ് പോലും അല്ലാഹു ബാക്കി തരില്ല. മരണാസന്ന സമയത്ത് ഓരോ മനുഷ്യനും ചോദിക്കുമത്രേ, യാ അല്ലാഹ് റബ്ബേ, ഒരു മിനിറ്റ് തന്നാ നിനക്ക് വേണ്ടിയിട്ട് ശുക്ർ ചെയ്യാ, നിനക്ക് വേണ്ടിയിട്ട് ദിക്ർ ചൊല്ലാ അല്ലാഹ്,
സമയമെത്തിക്കഴിഞ്ഞ ഒരു മിനിറ്റും അല്ലാഹു ബാക്കി വെക്കില്ല, അല്ലാഹു അത് ബാക്കി വെക്കില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ദുനിയാവിലേക്ക് കടന്നു വന്നത് നല്ല രീതിയിൽ ജീവിക്കാനാണ്, നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാനാണ്, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനാണ്. നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യലാണ്. ഇവിടെ നാട്ടിൽ വലിയ ഒരു പ്രവർത്തനങ്ങൾ ഉണ്ടാക്കലാണ്. ഒരുപാട് ചാരിറ്റബിൾ ട്രസ്റ്റും ഒരുപാട് സഹായങ്ങൾ നൽകിയിട്ട് ജീവിക്കലാണ്. തിന്മ ചെയ്തത് അതില്ലാതെയാകട്ടെ. ഇനിയുള്ള കാലയളവ്, കഴിഞ്ഞ കാലം കഴിഞ്ഞു പോയ സമയങ്ങളെല്ലാം പോയി മറഞ്ഞു. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇനി വരാനിരിക്കുന്ന മിനിറ്റുകൾ, ഇനി വരാനിരിക്കുന്ന മണിക്കൂറുകൾ അത് അല്ലാഹുവിന് വേണ്ടിയിട്ടാകണോ? പടച്ച റബ്ബിനെ കുറിച്ച് ഓർത്ത് ജീവിക്കലാണ്. അതന്നെയാണല്ലോ മഹാന്മാരായ ആളുകൾ, മഹത്തുക്കളായ ആളുകൾ നമുക്ക് പാകിത്തന്നത്, മഹത്തുക്കളായ ആളുകൾ നമുക്ക് കാണിച്ചു തന്നത്. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമാ മഹാനായ കാണമ്പാടി ഉസ്താദ്, അല്ലാഹുവേ ദറജ ഉയർത്തി കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ മഹാനവറുകളോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണം അല്ലാഹ്, ഒരുമിച്ച് കൂട്ടണം അല്ലാഹ്. അവരൊക്കെ കാണിച്ചു തന്നത്, അവരാരും ദുനിയാവിനെ സ്നേഹിച്ചില്ല, അവർ ആഖിറത്തിന് വേണ്ടിയിട്ട് പണിയെടുത്തവരാണ്, അവർ ആഖിറത്തിന് വേണ്ടിയിട്ട് പണിയെടുത്തവരാണ്. അതുപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ്. അല്ലാഹു ഉസ്താദിന്റെ ദറജ ഉയർത്തട്ടെ, അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവരോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ കടക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ഒരു പണ്ഡിതന്മാർ നമ്മളോട് വിട പറയുകയാണ്. പണ്ഡിതന്റെ മരണം ലോകത്തിന്റെ മരണമാണെന്ന് ഷഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് നമ്മോട് ഇവിടെ പറഞ്ഞു, പകരം വെക്കാൻ ഇനി ആളുകളില്ല, പകരം വെക്കാൻ ഇനി ആളുകളില്ല. അല്ലാഹുവേ, അല്ലാഹുവേ സമസ്തയുടെ നേതാക്കന്മാര്, അല്ലാഹുവേ അവർക്കൊക്കെ ആയുസ്സും ആരോഗ്യം ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് എന്നും ബാംഗ്ലൂരിലേക്ക് പോകുമ്പോ ഞാൻ പഠിച്ച സ്ഥാപനത്തിലേക്ക്, ദാറുൽ ഉലൂം അറബിക് കോളേജ്, ആ സ്ഥാപനത്തിലേക്ക് ഇപ്പോഴും അത്തിപ്പറ്റ ഉസ്താദ് കടന്നു വരാറുണ്ട്. ഉസ്താദ് എപ്പോഴും കടന്നു വരാറുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് ചില ഉപദേശങ്ങളൊക്കെ നൽകാറുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരിക്കല് അത്തിപ്പറ്റ ഉസ്താദ് ബാംഗ്ലൂർക്ക് പോകുന്ന വഴി കോളേജിലേക്ക് വരികയാണ്. കോളേജിൽ വന്നപ്പോ അന്ന് കോളേജിൽ വെള്ളമൊക്കെ വറ്റി, ഇനി വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു. ഈ അവസ്ഥ വന്നെത്തിയപ്പോഴാണ് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് കടന്നു വന്നത്. ഉസ്താദിനോട് കാര്യങ്ങളെല്ലാം വിവരിച്ചു, ഉസ്താദിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് അവിടുന്ന് പറഞ്ഞത്രേ, അത്തിപ്പറ്റ ഉസ്താദ് അവിടുന്ന് ഒരു കിണർ കുടിച്ചു. ആ കിണറിന് അവിടുന്ന് കുറ്റിയടിക്കുകയാണ്. ഇന്ന് വരെ ആ കിണറ് ഇന്ന് വരെ ഒരു തുള്ളി പോലും വറ്റിയിട്ടില്ല. നിറയെ വെള്ളമുണ്ട്, മക്കൾക്ക് കുടിക്കാൻ, അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്നതോളം എത്രയോ വർഷങ്ങളായി ഇന്നും അതിൽ നിറയെ വെള്ളമാണ്. അതുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാര്, ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ട്, റബ്ബിലേക്ക് അടുത്തുകൊണ്ട് ജീവിച്ചവനാണ്. അവരൊക്കെ ദുനിയാവിനെ മോഹിച്ചില്ല. ബഹുമാനപ്പെട്ട ഉസ്താദിന് സുഖമില്ലാതെയായപ്പോ നമുക്കറിയുന്ന ചരിത്രമാണ്, നമ്മൾ കേട്ട കഥയാണ്, നമ്മൾ അറിഞ്ഞവരാണ്. ബഹുമാനപ്പെട്ടവരും അവിടുന്ന് പറഞ്ഞത്, എന്തിനാണ് ദുനിയാവിന് വേണ്ടിയിട്ട്, ദുനിയാവിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് എന്തിനാണ് കളയുന്നത്? അല്ലാഹുവേ, ഞങ്ങളുടെ പണ്ഡിതന്മാർ, മഹത്തുക്കളായ ആളുകൾ കാണിച്ചു തന്ന ആ പാതയിലൂടെ കടന്നു ചെല്ലാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതുകൊണ്ട് അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കലാണ്, പടച്ചോനെ കുറിച്ച് ഓർത്ത് ജീവിക്കലാണ്. റബ്ബിന് തൗഫീഖ് നൽകട്ടെ. നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ്, ഫിത്നയും ഫസാദാണ്. ഇന്നൊരു കല്യാണം വന്ന, വിവാഹം വന്നാൽ അതിലൊക്കെ ഫിത്ന ഉണ്ടാക്കുകയാണ്. ഒരുപാട് എല്ലാം കുടുംബങ്ങൾ തമ്മിൽ പിരിയിപ്പിക്കുക, ഇങ്ങനെ ഒരുപാട് ഫിത്ന ഉണ്ടാകുകയാണ്, ഫസാദ് ഉണ്ടാകുകയാണ്, നാട്ടിൽ ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാകുകയാണ്. പക്ഷെ
പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ഓരോ അദാബുകൾ നമ്മുടെ അടുക്കിലേക്കുണ്ട്. പക്ഷേ മറ്റുള്ള നബിമാരുടെ സമൂഹത്തെ അപേക്ഷിച്ച് പക്ഷേ നമ്മുടെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഉമ്മത്തിൽ അല്ലാഹു ഇങ്ങനെ ഒരു അദാബ് ഇറക്കിയിട്ടില്ല. കണ്ടതാണ് ഒരുപാട് പ്രളയവും ഇങ്ങനെ ഒരുപാട് ദുരിതങ്ങളോടുകൂടെ നമ്മൾ ജീവിക്കുകയാണ്. എന്താണ് മുഅ്മിനേ, നമ്മൾ ഒരുപാട് ദുരിതങ്ങളോടുകൂടെ ജീവിക്കുകയാണ്. ദഹറൽ ഫസാദ് വൽ ബർരി വൽ വഹരി ബിമാ കസബത് ഐദിന്നാസ്. കടലിലും കരയിലും ജനങ്ങളുടെ കരങ്ങൾ കൊണ്ടാണ് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാഹുവേ കാത്തിരക്ഷിക്കണേ റബ്ബേ. ഒരുപാട് ആളുകൾ അവിടുന്ന് ദുആ ചെയ്യാൻ പറയാറുണ്ട്. റബ്ബേ ഞങ്ങളെ നീ മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാത്തിരക്ഷിക്കണേ റബ്ബേ. അതുകൊണ്ട് റബ്ബിനെ ഓർത്ത് ജീവിക്കലാണ് ദുനിയാവിൽ നമ്മൾ വലിച്ചെറിയുക. അതുകൊണ്ട് തന്നെയാണ് റബ്ബ് നമ്മോട് പറഞ്ഞത്, വമൻ അഅറദ ഇൻദ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശറുഹു യൗമൽ ഖിയാമത്തി അമാ. അല്ലാഹു പറയുകയാണ്, എന്നെ ഓർക്കുന്നതിനെ തൊട്ട് ആരെങ്കിലും അവിടുന്ന് തിരിഞ്ഞു കളഞ്ഞാൽ അവനുണ്ട്, അവന് കുടുസായ ജീവിതമാണ്, അവന് കുടുസായ ജീവിതമാണ്. എന്നിട്ട് അല്ലാഹു നമ്മോട് പറയുകയാണ്, വനഹ്ശറുഹു യൗമൽ ഖിയാമത്തി അമാ. നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലണമത്രേ. ദുനിയാവിൽ നമ്മൾ ജീവിച്ചാ പറ്റൂല. ദുനിയാവ് കഴിഞ്ഞാ പിന്നെ ആഖിറത്തിലേക്ക് കടന്നു ചെല്ലേണ്ടതാണ്. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലേണ്ടതാണ്. റബ്ബിന്റെ കോടതിയിലേക്ക് പാരാപാരം പോലെ കിടക്കുന്ന ആ മഹ്ശറിയുടെ മുറ്റത്തേക്ക് കടന്നു ചൊല്ലുമ്പോ നാളെ റബ്ബ് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് അവനെ എങ്ങനെയാണ്? അവന് കണ്ണ് കാണാത്തവനാ, അവൻ അന്ധനായിട്ടാണ് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് റബ്ബിന്റെ സവിധങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്, റബ്ബിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്നത്. അല്ലാഹുവേ ഞങ്ങൾക്ക് ആ അവസ്ഥ വരുത്തല്ല റഹ്മാനേ, വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ അർശിന്റെ തണൽ നൽകണേ അല്ലാഹ്. നാളെ മഹ്ശറയിലേക്ക് നമ്മ കൊണ്ടുപോകുന്നത് അല്ലാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ അവന് നാളെ കണ്ണ് കാണാത്തവനാണ്. അപ്പൊ അവൻ ചോദിക്കത്രേ, റബ്ബ് പറയാ, അവൻ ചോദിക്കും, റബ്ബിലെ മഅശറതനി അമാ വഖദ് കുന്ത ബസീറാ. റബ്ബേ ദുനിയാവിൽ ഞാൻ കാഴ്ചയുള്ളവനാണ്, നിന്റെ പ്രപഞ്ച സൃഷ്ടികൾ ഞാൻ കണ്ടതാണ്, നിന്റെ പ്രപഞ്ച പ്രതിഭാസങ്ങൾ ഞാൻ കണ്ടതാണ്, ഈ ഭൂമിയിലെ സൗന്ദര്യങ്ങൾ ഞാൻ കണ്ടതാണ്. ആകാശത്തെ കണ്ടു, ഭൂമിയെ കണ്ടു, ആകാശത്തിലെ ഗാലക്സികളെ കണ്ടു, നിന്റെ പ്രപഞ്ച വിസ്മയങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാൻ ദുനിയാവിലൂടെ നടന്നു നീങ്ങിയത്. നിന്റെ ഓരോ സൃഷ്ടി വൈഭവങ്ങളും ഞാൻ കണ്ടതാണ് റബ്ബേ. പിന്നെന്തിനാണ് രാധാ, പിന്നെന്തിനാണ് അല്ലാഹ് നിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോ എന്താണ് എന്നെ കണ്ണ് കാണാത്തവനാക്കിയത്? എന്തിനാണ് എന്നെ അന്ധനായിട്ട് നാളെ നിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നത് എന്ന് അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുമ്പോ അല്ലാഹ് പറയാ, എന്റെ ദൃഷ്ടാന്തങ്ങൾ നിന്റെ അടുക്കലേക്ക് വന്നതാണ്, എന്റെ കാരുണ്യം നിന്റെ അടുക്കിലേക്ക്, എന്റെ ഒരുപാട് അനുഗ്രഹം നിന്റെ അടുക്കിലേക്ക് കടന്നു വന്നതാണ്. പക്ഷേ ജീവിതം തന്നതാരാ? ഇത് റബ്ബാണ്. ഈ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സൗകര്യങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. ഭാര്യയുണ്ട്, സന്തോഷിക്കാൻ മക്കളുണ്ട്, അപ്പയുണ്ട്, ഉമ്മയുണ്ട്. നമുക്ക് ഒരു ദിവസം തോളം നമുക്ക് കഴിഞ്ഞു പോകാൻ വേണ്ടുവോളം നമുക്ക് സമ്പത്തുണ്ട്. ഈ സമ്പത്തും ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തന്നിട്ടുണ്ട്. നമുക്ക് നല്ലൊരു സുന്ദരമായ വീടും അല്ലാഹു തന്നിട്ടുണ്ട്, ജോലിയും അല്ലാഹു തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തന്നിട്ടുണ്ടെങ്കിലും ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ നമുക്കിന്ന് കഴിയുന്നില്ല. റബ്ബിനെ വേണ്ടിയിട്ട് നന്ദി ചെയ്യാൻ നമുക്കിന്ന് കഴിയുന്നില്ല. അല്ലാഹുവേ നിന്നെ ഓർത്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉറക്കാമീൻ പറഞ്ഞ് അല്ലാഹു ഖബറിൽ നമുക്ക് രക്ഷ നൽകട്ടെ, അല്ലാഹു രക്ഷ നൽകട്ടെ. പണ്ടൊരാൾ ദുആ ചെയ്തു,
ദുആ ചെയ്തിട്ട് ദുആ ഇങ്ങനെ നടത്തുകയാണ്. പെട്ടെന്ന് അല്ലാഹുവേ ഖബറിൽ നീ വിശാലത നൽകണേന്ന് പറഞ്ഞു. ഖബറിൽ വിശാലത നൽകണേന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പുറത്തുള്ളവന് 2 ചങ്ങായിമാര്, ഇപ്പുറത്തുള്ളവൻ എന്ത് ചെയ്തു? ആമീൻ പറഞ്ഞില്ല. അപ്പോൾ അവൻ ചോദിച്ചു, അല്ല ചങ്ങായി, ഇങ്ങനത്തെ ഈ ഉസ്താദ് ദുആ ചെയ്തിട്ട് ഇങ്ങനത്തെ ആമീൻ പറയാത്തത്, ഇങ്ങനത്തെ ആമീൻ പറയാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സഹോദരൻ പറയാ, ഞാനുണ്ടല്ലോ ഉസ്താദ് ഇങ്ങനൊക്കെ ദുആ ചെയ്യാൻ പാടുണ്ടോ? ഉസ്താദ് ഇങ്ങനൊക്കെ ദുആ ചെയ്യാൻ പാടുണ്ടോ? ഉസ്താദ് എന്താ ദുആ ചെയ്തത്? ഉസ്താദ് ഖബറിൽ വിശാലത നൽകണേ. ഞാനെങ്ങാനും ആമീൻ പറഞ്ഞാൽ ഞാൻ നാളെ ഖബറിലേക്ക് കടന്നു ചെന്നാൽ ആ ഖബർ വിശാലമായിട്ട് മൂട് കല്ല് എൻ്റെ ദേഹത്തേക്ക് വീകില്ലേ, കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ ആമീൻ പറയാൻ പഠിക്കൊന്നും വേണ്ട, മുഴുവനൊന്നും ബഹത്ത് പോകൂല. കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നേരാവണ്ണം ജീവിക്കാൻ റബ്ബിന്റെ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് റബ്ബിനെ ഓർക്കലാണ്. നാളെ പണയുമത്രേ. നിന്റെ ദൃഷ്ടാന്തങ്ങൾ നിന്റെ അടുക്കിലേക്ക് വന്നു, ഒരുപാട് അനുഗ്രഹങ്ങൾ നീ തന്നു, പക്ഷേ അവകളെ ദുനിയാവിൽ വെച്ച് നീ മറന്നല്ലോ. അതുകൊണ്ട് ഇന്ന് നിന്നെയും മറക്കപ്പെടുമെന്ന് അല്ലാഹു നാളെ പറയുമത്രേ. ഹനായ ഇബ്നു കസീർ തങ്ങൾ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തങ്ങൾ ഇവിടെ കുടുസായ ജീവിതമുണ്ടാകും എന്നതിനെ പറ്റിയിട്ട് 2 ഉദ്ദേശമാണ് ഇബ്നു കസീർ തങ്ങൾ പറയുകയാണ്. 2 ഉദ്ദേശമാണ് മഹാനവറുകൾ നമ്മോട് പറയുന്നത്. ദുനിയാവിലെ സമാധാനമില്ല, ദുനിയാവിലെ സമാധാനമില്ല. പലരും കടന്നു വന്നുകൊണ്ട് പറയാറുണ്ട്, ഉസ്താദേ നിങ്ങൾ ദുആ ചെയ്യണേ, കുടുംബത്തിൽ കുഴപ്പമാണ്, ഭാര്യക്കെന്നോട് സ്നേഹമില്ല, ഭർത്താവിനോട് എനിക്ക് സ്നേഹമില്ല, ടെൻഷനാണ്, പരിവട്ടമാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ വന്നുകൊണ്ട് പറയാറുണ്ട്, പല ഉസ്താദുമാരുടെ അടുക്കിലേക്ക് കടന്നു വന്നുകൊണ്ട് പറയാറുണ്ട്. എന്നാൽ കേട്ടോ എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, എൻ്റെ ഉപ്പ അല്ലാഹനെ മറന്നു കളഞ്ഞ സമാധാനമില്ല, പടച്ചോനെ മറന്നു കളഞ്ഞ ജീവിതത്തിൽ എങ്ങനെയാണ് സമാധാനം ഉണ്ടാവുക? ഇബ്നു കസീർ തങ്ങൾ പിന്നെ പറയുകയാണ്, ഹൃദയത്തിന് വിശാലതയില്ല, ഹൃദയത്തിന് വിശാലതയില്ല. മാതാവിനോടുള്ള കാരുണ്യം ഒന്ന് പുലർത്താൻ പോലോ മക്കൾക്കിന്ന് ആകുന്നില്ല, മക്കളോടുള്ള കാരുണ്യം പുലർത്താൻ പോലോ മാതാപിതാക്കൾക്കിന്ന് ആകുന്നില്ല. ഭാര്യയോടെങ്ങനെ പെരുമാറണം, ഭർത്താവിനോടെങ്ങനെ പെരുമാറണോ, ഇതല്ല കുടുംബത്തിലെ എങ്ങനെയാണ്, കുടുംബങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് കുടുംബമെന്ന് അടുപ്പിക്കേണ്ടത് എന്നൊന്നും അറിയാതെ ഇവിടെ ഹൃദയത്തിന് വിശാലതയില്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അടുത്ത് മലപ്പുറം ജില്ലയില് 4 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, 4 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, ഈ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞ് അതിൽ നിന്നും ഇവർ ഡൈവോഴ്സ് ചെയ്തു. ഡൈവോഴ്സ് ചെയ്തതിന് ശേഷം മാസങ്ങൾക്ക് ശേഷം ഈ പെണ്ണ് ഗർഭിണിയാണ്. ഈ പെണ്ണ് അവിടെ ഒന്ന് പ്രസവിച്ചു. ചെറിയ മോനാണ് തൻ്റെ കയ്യിലുള്ളത്. ഈ ചെറിയ കുഞ്ഞിനെ പ്രസവിച്ച ഈ ഉമ്മ അതാ ഒരു ബ്ലേഡ് എടുത്തിട്ട് ആ കുഞ്ഞിന്റെ കഴുത്തിലേക്ക് വെച്ചിട്ട് ആ കുഞ്ഞി പൈതലിനെ അവിടുന്ന് കഴുത്തറുത്ത് കൊല്ലുകയാണ്. ബാഹുവേ, ഞങ്ങൾക്ക് ആ ചിന്ത വരുത്തല്ല റബ്ബേ. ബാഹുവേ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണേ അല്ലാഹ്. ബാഹു സ്വാലിഹായ മക്കളാക്കട്ടെ. ആമീൻ പറയൂ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഹൃദയത്തിന് വിശാലതയില്ല, മാതാവിനോട് പെരുമാറണം. ആ രീതി നമുക്കറിയാം, നമുക്കതിന് കഴിയുന്നില്ല, അത് നമ്മൾ ചെയ്യുന്നില്ല. എല്ലാ അറിവും നമുക്കറിയാം, എല്ലാം ചെയ്യണമെന്ന് നമുക്കറിയാം, പക്ഷെ അത് നമുക്കതിന് കഴിയുന്നില്ല. ഹൃദയത്തിന് വിശാലതയില്ല, ഹൃദയത്തിന് വിശാലതയില്ല. ഒരാളെന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് നമ്മൾ എതിര് സംസാരിക്കും. ഇതാണ് നമ്മുടെ പ്രവണത. ഒരാളെന്തെങ്കിലും പറഞ്ഞാൽ ചില ആളുകൾ ഇങ്ങോട്ട് തിരിച്ചങ്ങോട്ട് അതിന് ഡബിൾ ഇരട്ടി നമ്മൾ തിരിച്ചങ്ങോട്ട് പറയും. ഇങ്ങനെ ഇങ്ങോട്ടും തർക്കമൊക്കെ ആകും. ഹൃദയത്തിന് വിശാലത നൽകട്ടെ. നേരാവണ്ണം ജീവിക്കാൻ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. രണ്ടാമതായി ബഹുമാനപ്പെട്ടവര് ഇബ്നു കസീർ തങ്ങൾ പറയുകയാണ്, അവന്റെ ഖബർ കുടുസാകലാണ്. നാളെ നമ്മളൊക്കെ മരിച്ചിട്ട് ഖബറിലേക്ക് കടന്നു ചെല്ലുമത്രേ. ആ ഖബറിലേക്ക് നാം കടന്നു ചെല്ലുമ്പോ, നമ്മൾ ആ ഖബറിലേക്ക് ചെല്ലുമ്പോ നമ്മളെ ഖബർ അവിടുന്ന് ഇറുക്കുമത്രേ, ഖബർ അവിടുന്ന് ഞെരുക്കുമത്രേ. ഈ ഞെരുക്കുന്ന ടൈമിൽ നമ്മുടെ വാരിയെല്ലുകളെല്ലാം അതൊക്കെ നുറുങ്ങി
അതില്ലാതെയാകുമത്ര. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, കാത്തിരക്ഷിക്കട്ടെ. ഖബറിൽ അള്ളാഹു രക്ഷ നൽകട്ടെ. നിങ്ങളെ എത്രയാണ് നിങ്ങളെ നമ്മളിവിടെ ജീവിക്കുന്നു, പക്ഷെ അവസാന നാട് അത് നന്നാകണം എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാന നാൾ നന്നാക്കി തരട്ടെ. ചിരിച്ചുകൊണ്ട് മടങ്ങാൻ, സന്തോഷത്തോടുകൂടെ മടങ്ങാൻ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഇബ്നു കസീർ തങ്ങൾ പറയുകയാണ്, ഖബർ കുടുസാകലാണ്. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് ഓർക്കലാണ്, പടച്ചവനെ കുറിച്ച് ഓർക്കലാണ്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം നമുക്കൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. ഈ പരീക്ഷണങ്ങളെ തരണം ചെയ്ത് ജീവിക്കൽ അത് നമ്മുടെ കടമയാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും, അതിനൊക്കെ മറികടന്ന് നമ്മൾ ജീവിക്കലാണ്. ഒരു പ്രയാസം വരുമ്പോൾ തളർന്നു പോകലല്ല, ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ ആകെ ഇല്ലാതെയാകലല്ല, അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിനും അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം കൊടുത്ത്, കുഷ്ഠരോഗം വന്നുപെട്ട കുഷ്ഠരോഗം കൊണ്ട് വല്ലാതെ പ്രയാസം അനുഭവിക്കുകയാണ്. ഈ ശരീരമൊക്കെ ജീർണിച്ചതിൽ നിന്ന് പുഴുക്കൾ ഇങ്ങനെ തൻ്റെ ശരീരത്തെ ഇങ്ങനെ അരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുഷ്ഠരോഗം വന്ന് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം വല്ലാതെ പ്രയാസം അനുഭവിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മഹദി ചോദിച്ചു, തൻ്റെ ഭാര്യ ചോദിച്ചു, അല്ല നബിയെ, അങ്ങേക്കൊന്ന് അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്തൂടെ, റബ്ബിനോടൊന്ന് ദുആ ചെയ്തൂടെ? അങ്ങ് റബ്ബിൻ്റെ അതിഥിയാണ്, അല്ലാഹുവിൻ്റെ നബിയാണല്ലോ, അല്ലാഹുവിൻ്റെ ദൈവദൂതനാണല്ലോ, പിന്നെ എന്താണ് അങ്ങേക്കൊന്ന് ദുആ ചെയ്താൽ? അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് ഭാര്യ പറയാ, അങ്ങൊന്ന് ദുആ ചെയ്താൽ അല്ലാഹു മാറ്റിത്തരില്ലേ? പക്ഷേ ശരീരമെല്ലാം ജീർണിച്ചാലും നാവിനൊരു കുഴപ്പവും അല്ലാഹു കൊടുത്തില്ല, നാവിനൊരു കുഴപ്പവും അല്ലാഹു കൊടുത്തില്ല. ഭാരവർകൾ അവിടുന്ന് അല്ലാഹുവിന് വേണ്ടിയിട്ട് ദിക്ർ ചൊല്ലുകയാണ്, അല്ലാഹുവിനെ സ്മരിക്കുക, അല്ലാഹുവിനെ ഓർക്കുകയാണ്, അല്ലാഹുവിന് വേണ്ടിയിട്ട് തന്റെ നാവ് കൊണ്ട് ദിക്ർ ചൊല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്. ഭാര്യയാണ് വീട്ടിലേക്ക് ചെലവിന് വേണ്ടിയിട്ട് പണിക്ക് പോകാറ്, തന്റെ നാണയത്തുട്ടികൾ കൊണ്ട് തന്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ ഒരിക്കലതാ തനിക്കാരും ജോലി നൽകിയില്ല. ഒരാ പെണ്ണിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. പെണ്ണിനോട് ജോലി ചോദിക്കുമ്പോ മഹദി ചോദിക്കുന്ന നേരത്ത് പെണ്ണ് പറയാ, ഞാൻ ചോദിക്കുന്നത് നീ തരുമോ? തരാം, ഞാൻ തരാം, നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ തരാം, പക്ഷെ എനിക്ക് നാണയത്തുട്ടുകൾ വേണോ, എനിക്ക് എന്റെ ഭർത്താവിനെ നോക്കേണ്ടതാണെന്ന് പറഞ്ഞ ഈ മഹദി പറഞ്ഞ പാടെ ഈ പെണ്ണ് ചോദിക്കുകയാ, പെണ്ണേ, നിന്റെ അഴകാർന്ന മുടി എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ മഹദി എവിടുന്ന് പറയുകയാണ്, മഹദി എവിടുന്ന് മുടി മുറിച്ച് കൊടുക്കുകയാണ്, നാണയത്തുട്ടുകളുമായി തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കാലങ്ങളേറെ കഴിഞ്ഞു പോവുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ തന്റെ നാവിന് രോഗം ബാധിച്ചു തുടങ്ങുകയാണ്. രോഗം ബാധിച്ചപ്പോ അയ്യൂബ് നബി ദുആ ചെയ്തത്രേ, അല്ലാഹുവേ, രോഗം തന്നത് നീയാണ്, രോഗം തന്നത് നീയാണ്, ഈ രോഗം തന്നിട്ട് ഞാൻ നിന്നോട് ഇന്ന് വരെ ഒന്ന് കൈകൾ നീട്ടിയിട്ടില്ല, പക്ഷേ ഞാൻ വല്ലാതെ പ്രയാസം അനുഭവിച്ചാലും എന്റെ നാവിന് ഒരു കുഴപ്പവും വന്നിട്ടില്ലായിരുന്നു. ഈ നാവ് കൊണ്ട് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ദിക്ർ ചൊല്ലിയതാണ്, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ദിക്ർ ചൊല്ലിയതാണ്. അതുകൊണ്ട് റബ്ബേ, ഈ നാവിന് ഒന്നും വരുത്തല്ല അല്ലാ, ഒന്നും വരുത്തല്ല റബ്ബേ എന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്രേ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ രോഗമൊന്നാകെ മാറ്റി കൊടുത്തു. ഇത്രയും പ്രയാസം, ഇത്രയും പരീക്ഷണങ്ങൾ, അതിൽ അടിപതറാതെ ജീവിച്ചവരാണ് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. ഒരുപാട് ആളുകൾ, ഒരുപാട് മഹത്തുക്കളായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ ഓർത്ത് ജീവിച്ച് നമുക്ക് മരിക്കാൻ, നല്ല രീതിയിൽ മരിക്കാൻ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകട്ടെ, നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്, ചെറിയൊരു കാര്യം വരുമ്പോഴേക്ക്, ചെറിയൊരു കാര്യമുണ്ടാകുമ്പോൾ ദുആ ചെയ്യണം.
ദുആ ചെയ്യണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ തന്നതിന് അനുഗ്രഹം ചെയ്യലാണ്, തന്ന അനുഗ്രഹത്തിന് നന്ദി ചെയ്യലാണ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അതിന് നന്ദി ചെയ്യാം. എന്തെങ്കിലും ഒരു നല്ല കാര്യമുണ്ടാകുമ്പോൾ അൽഹംദുലില്ലാ എന്നുള്ളൊരു വാക്ക് പറയാം, അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ ഇല്ലാതെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ റബ്ബിനെ കുറിച്ചൊരു ഓർമ്മ, അള്ളാഹിനെ കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തിന്മയിലേക്ക് പോകില്ല. അപ്പം നമുക്ക് ഓർമ്മ വരില്ലേ അള്ളാഹുവിനെ കുറിച്ച്? അതുകൊണ്ട് തിന്മയിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എൻ്റെ പ്രിയമുള്ള സഹോദരിമാർ, നമുക്കറിയാം ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലൊക്കെ ടൈമുണ്ട്. ഈ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലൊക്കെ ടൈം ഉണ്ടാകുമ്പോൾ ഒന്ന് മൗലിദ് കിതാബൊക്കെ എടുത്ത് ഒന്ന് പാരായണം ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ദിവസം ഒന്ന് സുബ്ഹി മുതൽ മഗ്‌രിബ് വരെ, അല്ലെങ്കിൽ മഗ്‌രിബ് മുതൽ സുബ്ഹി വരെ ഒരു 100 സ്വലാത്ത് ചൊല്ലാൻ നമുക്കതിന് സാധിക്കണം. മുത്ത് റസൂൽ ഒന്ന് ഉറക്കെ സ്വലാത്ത് ചൊല്ലിയേ. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഭാഗം മഗ്‌രിബ് മുതൽ സുബ്ഹി വരെ ഒരു 100 സ്വലാത്ത്, ഇനി സുബ്ഹി മുതൽ മഗ്‌രിബ് വരെ 100 സ്വലാത്ത് ചൊല്ലാന്നുള്ളവരൊക്കെ ഒന്ന് കൈബന്ധിച്ച്, ചൊല്ലുന്നവരൊക്കെ കൈബന്ധിച്ച് ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ ചൊല്ലി നേരാവണ്ണം ജീവിക്കാൻ അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മൾ മരിക്കുന്ന ടൈമിൽ നമുക്ക് നേരാവണ്ണം മരിക്കാനാണ്, പുഞ്ചിരിച്ച് മരിക്കാനാണ്. മുനിങ്ങളെ, നമ്മളെ കത്തിപ്പറ്റ ഉസ്താദിൻ്റെ അടുക്കലേക്ക് നമ്മൾ പോയവരാണ്. ബഹുമാനപ്പെട്ടവർ നമ്മോട് വിട പറഞ്ഞപ്പോൾ നമ്മളൊക്കെ അവിടെ ചെന്നവരാണ്. ഉസ്താദിൻ്റെ മുഖത്തിൻ്റെ പ്രസന്നത, മുഖത്തിൽ നിന്നും നമുക്ക് കാണാകുന്ന ഒരു വലിയൊരു പ്രകാശം. ഇങ്ങനെ ഒരുപാട് മഹത്തുക്കളായ ആളുകൾ മരണപ്പെടുമ്പോൾ ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മടങ്ങിപ്പോയവരാണ്, നമ്മോട് ഇവിടെ പറഞ്ഞവരാണ്. അവരുടെയൊക്കെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. നമുക്കും അതേപോലെ തന്നെ നമുക്ക് നേരാവണ്ണം നല്ല രീതിയിൽ മരിക്കാൻ അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മളൊക്കെ ദുനിയാവിൽ വെറുതെ ഒരുപാട് ആഘോഷങ്ങൾ നമ്മളിങ്ങനെ നടത്താം, ഒരുപാട് കല്യാണ പരിപാടികൾ നടത്താം, ഇതിൽ ആഘോഷിക്കുകയാണ്, വെറുതെ പണം നമ്മൾ ചിലവാക്കുകയാണ്. ഇതിലൊക്കെ നമ്മൾ കാണേണ്ടത്, ഇതിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാഹു തന്നതാണ്. പക്ഷേ ഇതിൽ നിന്നും നമ്മൾ സ്വതക്ക നൽകാൻ വേണ്ടി നമ്മൾ നൽകേണ്ടതുണ്ട്. പാവപ്പെട്ടവരെ സഹായിക്കലാണ്. സക്കാത്ത് ഇത്രത്തോളം നൽകണം, ഇത്ര നൽകണം എന്നുണ്ട്. ഇത്ര നൽകേണ്ടത് എത്രയാണോ, തനിക്കനുസരിച്ച് തൻ്റെ സമ്പത്തിനനുസരിച്ച് നൽകേണ്ടത് എത്രയാണോ അതൊക്കെ നമ്മൾ കൊടുത്ത് വീട്ടുക. അതല്ലാതെ സമ്പത്ത് നമ്മൾ കെട്ടിപ്പിടിച്ചിട്ട് കാര്യമില്ല, ഈ പണം നമ്മൾ കെട്ടിപ്പിടിച്ചിട്ട് കാര്യമില്ല. അത് നാളെ നമ്മുടെ അടുക്കലുണ്ടാകുകയില്ല. റസൂലുള്ളാഹി പറയുകയാണ്, 3 കാര്യങ്ങൾ മയ്യത്തിനോട് തുടരുമത്രേ. ഒന്നേതാ, അഹ്ലുഹു വമാലുഹു വഅമലുഹു. ഒന്നവന്റെ സമ്പത്താണ് എൻ്റെ പ്രിയമുള്ള ഉമ്മ. മറ്റൊന്ന് ഏതാ? ഒന്നവന്റെ സമ്പത്താണ്, മറ്റൊന്നവന്റെ കുടുംബക്കാരാണ്, മറ്റൊന്നവന്റെ നന്മയാണ്, അവൻ ചെയ്തു പോയ നന്മയാണ്. അല്ലാഹുവേ, നേരാവണ്ണം മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇതിൽ നിന്നും 2 കാര്യങ്ങൾ മടങ്ങുമത്രേ, 2 കാര്യങ്ങൾ മടങ്ങുകയാണ്. 2 കാര്യങ്ങൾ മടങ്ങിയിട്ട് ഒരു കാര്യം അവിടുന്ന് ബാക്കിയാകുമത്രേ. അതേതാ? കുടുംബക്കാര് പ്രിയുകയാണ്, ലോകത്തിനോട് ഈ ദുനിയാവിനോട് ഇവിടെ പറഞ്ഞു പോവുകയാണ്. ഇവിടെ കടന്നു വന്നപ്പോ ചിരിച്ചുകൊണ്ടാണ് കടന്നു വന്നത്, ഇവിടെ കടന്നു വന്നപ്പോ കരഞ്ഞുകൊണ്ടാണ് കടന്നു വന്നത്. മറ്റുള്ളവർ ചിരിച്ചു, നമ്മൾ കടന്നു വന്നപ്പോ നമ്മൾ കരഞ്ഞപ്പോ മറ്റുള്ളവർ ചിരിച്ചു. അല്ലാഹുവേ, മരിക്കുന്ന നേരം ചിരിച്ചു മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അതുകൊണ്ട് 2 കാര്യം അവിടുന്ന് നമ്മോട് വിട പറയുകയാണ്. മക്കൾ അവിടുന്ന് വിട പറയുമത്രേ. ഇന്നലെ നമ്മെ സ്നേഹിച്ച നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ സ്നേഹിതന്മാർ, ഇവരൊക്കെ നമ്മോട് വിട പറയുമത്രേ. അത് മാത്രമല്ല, തൻ്റെ അടുക്കലുള്ള സമ്പത്തില്ലേ ഇത്ര കാലം ഉണ്ടാക്കിയതാണ്. പല ആളുകളെയും നമ്മൾ പറ്റിച്ചു, ജീവിച്ചു. ഇങ്ങനെ ഒരുപാട്
മാറിയിട്ടും പല സമ്പത്തുകൾ നമ്മൾ ഉണ്ടാകില്ലേ? ഇങ്ങനെ പല തോന്നിവാസങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് സമ്പത്ത് വാരിക്കൂട്ടുമ്പോ ഈ സമ്പത്ത് നാളെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യനും കൊണ്ടുപോവുകയില്ല, ഒരു മനുഷ്യനും നാളെ കൊണ്ടുപോവുകയില്ല. അതുകൊണ്ട് സമ്പത്ത് അവൻ ഒഴിവാവുകയാണ്, സമ്പത്ത് അവന്റെ കൂടെ കടന്നു വരില്ല. പിന്നെന്താണ് അവന് ബാക്കി? പിന്നവനെന്താണ് ബാക്കിയുള്ളത്? തന്റെ അടുക്കൽ ഞാൻ ചെയ്ത നിസ്കാരമില്ലേ, താൻ ചെയ്ത അമലുകളില്ലേ, താൻ ചെയ്ത ദിക്റുകൾ, ഒരു ദിവസം നമ്മൾ ദിക്റുകൾ ചൊല്ലിയേ, അത് നാളെ കൂട്ടാകുമത്രേ. അത് നാളെയാണ് ചെയ്ത നന്മകളാണ് നാളെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ സമ്പത്ത്. ഇവിടെ ഈ സ്ഥാപനത്തിന്റെ ഈ പുരോഗതിക്ക് വേണ്ടിയിട്ട്, ഈ സ്ഥാപനത്തിന്റെ ഒരുപാട് സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന നാട്ടുകാരാണ്. അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. എങ്കിലും ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സഹായിക്കുമ്പോൾ, ഇതിനു വേണ്ടിയിട്ടൊക്കെ നമ്മൾ സദക്ക നൽകുമ്പോൾ, ഇതിനു വേണ്ടിയിട്ടെല്ലാം നമ്മൾ സഹായങ്ങൾ നൽകുമ്പോൾ, ഇതിനു വേണ്ടിയിട്ടെല്ലാം സഹകരിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് നാളെ ഖബറിൽ കൂട്ടാവുകയാണ്. ഇതൊക്കെ നമുക്ക് നാളെ കൊണ്ടുപോകാം. ഇതൊക്കെ നാളെ റബ്ബിന്റെ കോടതിയിൽ സാക്ഷി പറയുമത്രേ. അല്ലാഹുവിന്റെ കോടതിയിൽ ഇതൊക്കെ സാക്ഷി പറയുമത്രേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് അതിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരാളുകൾ ഇതിലേക്ക് നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ്, അല്ലാഹു ഉസ്താദിന്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, അല്ലാഹു ദറജ ഉയർത്തട്ടെ. അവരോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഈ സ്ഥാപനം കോട്ടുമല ഇസ്ലാമിക് കോംപ്ലക്സ് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തുടങ്ങി വെച്ച ഈ സ്ഥാപനം, ഇതിൻ്റെ പല പുരോഗതിക്ക് വേണ്ടിയിട്ടും ഈ നാട്ടുകാർ പരിശ്രമിച്ചു, ഇതിനു വേണ്ടിയിട്ട് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്തു. എങ്കിലും ഇക്കാലയളവിൽ നമുക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടി ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് വേണ്ടതുണ്ട്. നമ്മുടെ മക്കളൊക്കെ ഇൽമു പഠിക്കുമ്പോൾ ഒരു അറഫ് പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇവിടെ ഒരുപാട് മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അവരുടെ ഓരോ അറഫ് പഠിക്കുമ്പോഴും അതിൻ്റെ ഒരു കൂലി അത് അല്ലാഹു നമ്മുടെ ഖബറിലേക്ക്, നമ്മുടെ അടുക്കിലേക്ക് തരും. അല്ലാഹു അതിൻ്റെ തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുനിങ്ങളെ, ഇതൊക്കെ നമുക്ക് നാളെ ബാക്കി ഉണ്ടാവുകയുള്ളൂ. ഒന്നും ബാക്കി ഉണ്ടാകില്ല. ഒന്നും ചെയ്യാതെ, ഇതൊന്നും നൽകാതെ ഇങ്ങനെ തിന്മയിലൂടെ ജീവിച്ചിട്ട് എന്ത് കാര്യമാണ്? അതുകൊണ്ട് തന്നെയാണ് ഒരു കവി ഇവിടുന്ന് പാടിയത്, ആദം ബാക്കിയാ വന്നാസ് ഹൗലക യദ്ഹഖൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൂ ഫീ ഹാലി മൗതിക ളാഹികം മസ്റൂറാ. ഒരാൾ ജനിക്കുമ്പോ അവന് കരഞ്ഞിട്ടാണ് കടന്നു വരുന്നത്. ഞാനും നിങ്ങളോ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ലോകത്തേക്ക് കടന്നു വരുമ്പോ കരഞ്ഞുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കടന്നു വന്നത്. നമ്മൾ കരഞ്ഞുകൊണ്ട് കടന്നു വന്നു. പക്ഷേ നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ സ്നേഹിക്കുന്ന ആളുകൾ, ഇവരൊക്കെ നമ്മുടെ കുടുംബക്കാരല്ല. ചിരിച്ചുകൊണ്ട് അവർ ആഘോഷമാക്കി. അപ്പോഴും നമ്മൾ കരയുകയാണ്. ബാക്കിയുള്ള ആളുകളെല്ലാം ചിരിക്കുകയാണ്. എന്നാൽ നാളെ ഈ ലോകത്തോട് വിട പറയുമ്പോ നമ്മുടെ ഭാര്യ കരയുകയാണ്, മക്കൾ കരയുകയാണ്, നമുക്കാരുമില്ല. ഇന്നലെ വരെ നമ്മെ സ്നേഹിച്ച് നമ്മുടെ ഒരു കൂട്ടായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഭാര്യ ഒക്കെ കൂട്ടായി തങ്ങും തണലുമായി ഉണ്ടായിരുന്ന മക്കള്, ഈ മക്കള് നാളെ നമ്മോട് വിട പറയില്ലേ? അത് മാത്രമല്ലല്ലോ, ഇവരൊക്കെ നമ്മോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ
ഇവരൊക്കെ നാളെ കരയുമത്രേ. ഇവരോട് നമ്മൾ വിട പറയുന്ന ടൈമിൽ ഇവർക്ക് നാളെ കരയുകയാണ്. പാപ്പ പോയല്ലോ, ഉമ്മ പോയല്ലോ, ജ്യേഷ്ഠൻ പോയല്ലോ, ചേട്ടത്തി പോയല്ലോ, ഹനിയൻ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് കരയുന്ന നേരത്ത് എൻ്റെ ഉമ്മ ചിരിച്ചുകൊണ്ട് മരിക്കാൻ അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആരുടെയെങ്കിലും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആയാൽ അവൻ നാളെ സ്വർഗത്തിന്റെ ആരാമത്തിൽ കടന്നു ചെല്ലും. അവൻ നാളെ സ്വർഗത്തിലാണെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നല്ലത് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാൻ, ആരാധനയോടുകൂടി റബ്ബിനെ ഓർത്ത് ഇനിയുള്ള കാലയളവിൽ ജീവിക്കാൻ അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നല്ല രീതിയിൽ മരിക്കാൻ അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് പ്രവർത്തകർ നിങ്ങളുടെ അടുക്കിലേക്ക് ബക്കറ്റുമായി വരുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ കഴിയുന്ന തോതിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളതിലേക്കൊരു സംഭാവന നൽകണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരാണോ അതിലേക്ക് സഹായിക്കുന്നത്, ഇതിനു വേണ്ടിയിട്ട് സഹകരിക്കുന്നത്, റഹ്മാനായ റബ്ബ് മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾ, നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ അവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് കോളേജിലെ മുതഅല്ലിമീങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് ബക്കറ്റുമായി കടന്നു വരുമ്പോൾ നിങ്ങളതിലേക്ക് നല്ല ഒരു സംഭാവന നിങ്ങൾ നൽകണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. റഹ്മാനായ റബ്ബ് അതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് റബ്ബിനെ ഓർക്കലാണ്. നമ്മൾ ഒരുപാട് ദുആ ചെയ്യാറുണ്ട്. പടച്ച റബ്ബ് അതിന് ഉത്തരം നമുക്ക് തരാറുമുണ്ട്. പക്ഷേ ഇനി എന്തെങ്കിലും നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ പോകുന്നത് വരെ നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ, നമ്മളിങ്ങനെ ഓരോ അനുഗ്രഹങ്ങളോടുകൂടെ വല്ലാതെ സുഖത്തോടുകൂടെ ജീവിക്കുമ്പോൾ അതിന് പ്രശ്നങ്ങളില്ല, പരിവട്ടങ്ങളില്ല. അതുകൊണ്ട് തന്നതിന് അല്ലാഹുവിനോട് നന്ദി ചെയ്യാതെ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ അല്ലാഹുവിനെ നമ്മൾ വിളിക്കാറുണ്ട്. റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യും. എന്തെങ്കിലും രോഗം വന്നാൽ നമ്മൾ ദുആ ചെയ്യും. പക്ഷേ ആ രോഗം മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അമലുകളില്ല. നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അമലുകൾ ചെയ്യലില്ല. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ആദ്യം തന്നതിന് നന്ദി ചെയ്യാം. എന്നിട്ട് നമ്മളതിന് പിന്നീട് നമ്മളത് ചോദിക്കുക. അല്ലാഹുവിന് തൗഫീഖ് നൽകട്ടെ, അല്ലാഹുവിന് തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ അടുക്കിലേക്ക് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് അല്ലാഹുവിന് വേണ്ടിയിട്ട്, പടച്ച റബ്ബിന് വേണ്ടിയിട്ട് തൻ്റെ രാജസിംഹാസനങ്ങൾ തൻ്റെ ഒഴിവാക്കിക്കൊണ്ട് ആ സിംഹാസനം ഒഴിവാക്കി തൻ്റെ ഭടന്മാരെയും തൻ്റെ അടുക്കലുള്ള ഒരുപാട് പെണ്ണുങ്ങളെയും എല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ട് അല്ലാഹുവിന് വേണ്ടിയിട്ട് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം ആത്മീയതയുടെ ഉത്തുംഗ സോപാനത്തിലേക്ക് പാറിപ്പറന്നവരാണ്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ അടുക്കിലേക്ക് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. പണ്ഡിതന്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോ കുറഞ്ഞ ആളുകൾ കടന്നു വന്നു. ഞങ്ങൾ ദുആ ചെയ്യാറുണ്ട്. റബ്ബ് പറഞ്ഞതാണ്. റബ്ബ് എന്താണ് പറഞ്ഞത്? ദഊനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്നാണ് റബ്ബ് പറഞ്ഞത്. പിന്നെ എന്താണ് തങ്ങളെ? ഞങ്ങൾ ദുആ ചെയ്യാറുണ്ട്, പക്ഷേ ഞങ്ങൾ ദുആ സ്വീകരിക്കാറില്ല. 8 കാര്യങ്ങളാണ് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു കൊടുത്തത്. 8 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലേ, നമ്മൾ ദുആ സ്വീകരിക്കില്ല. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. നേരാവണ്ണം ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഏതാനും സമയത്തിനുള്ളിൽ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരും. അല്ലാഹു അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യം ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ദീനിന് വേണ്ടി
മുന്നോട്ട് ഗമിക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ആയുസ്സും ആരോഗ്യം ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെ അതുകൊണ്ട് ഇബ്രാഹിം അദ്ദേഹം പണ്ഡിതൻ മഹാനവറുകൾ ഇവിടുന്ന് പറയുന്നത് 8 കാര്യമാണ്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലി തങ്ങൾ ഇഹ്യാ ഉലൂമുദ്ദീനിലൂടെ പറയുകയാണ്. ഗസാലി തങ്ങൾ പറയുകയാണ്, ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ അടുക്കലേക്ക് ചെന്നു, ഞങ്ങൾ ദുആ ചെയ്യാറുണ്ട്, പക്ഷെ ഞങ്ങളുടെ ദുആ എന്താണ് റബ്ബ് സ്വീകരിക്കാത്തത്? ഒന്നാമതായിട്ട് മഹാനവറുകൾ പറഞ്ഞതെന്താ? അല്ലാഹുവിന്റെ ഹക്കിനെ നിങ്ങൾ മനസ്സിലാക്കുന്നു, അല്ലാഹുവിന്റെ ഹക്കിനെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ ഹക്ക് കൊണ്ട് നിങ്ങൾ നിലനിർത്തുന്നില്ല. അതുണ്ട്, അല്ലാഹു ഉണ്ട് എന്ന് നമുക്കറിയാം, അല്ലാഹു ഉണ്ടെന്ന് നമുക്കറിയാം, പക്ഷേ അത് നമ്മൾ ഓർക്കാതെ നമ്മൾ ഒരുപാട് തിന്മയിലൂടെ നമ്മൾ കടന്നു ചെല്ലുകയാണ്. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുകയാണ്, ഖുർആൻ നമ്മൾ പാരായണം ചെയ്യാറുണ്ട്, സുബഹിക്ക് എഴുന്നേൽക്കാറുണ്ട്, നമ്മൾ സുബഹി കഴിഞ്ഞിട്ട് നമ്മൾ പാരായണം ചെയ്യാറുണ്ട്, ഖുർആൻ എടുത്തിട്ട് നമ്മൾ പാരായണം ചെയ്യാറുണ്ട്, പക്ഷേ ഖുർആൻ പാരായണം ചെയ്യുന്നു, പക്ഷേ ഖുർആനിന്റെ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. ആണ് രണ്ടാമതായിട്ട് അധികം അവിടുന്ന് പറയുകയാണ്, തങ്ങളവരുകൾ പറയുകയാണ്, മൂന്നാമതായിട്ട് നിങ്ങൾ പറയുന്നു ഞങ്ങൾ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട്. നമ്മളൊക്കെ പറയാറുണ്ട് റസൂലുള്ളാഹിനെ ഇഷ്ടമാണ്, റസൂലുള്ളാഹിനോട് മുഹബ്ബത്താണ്, റസൂലുള്ളാഹിനോട് അതിരട്ടി സ്നേഹമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ നാം പറയുമ്പോ റസൂലുള്ള കാണിച്ചു തന്ന സുന്നത്തില്ലേ, റസൂലുള്ള കാണിച്ചു തന്ന സുന്നത്ത് അത് ചെയ്യാൻ, അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയാതെ വരികയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നാലാമതായിട്ട് മാനവരുകൾ പറയുകയാണ്, മരണത്തെ നമ്മൾ ഭയക്കാറുണ്ട്. നാട്ടിലൊരാൾ മരണപ്പെട്ടാൽ അല്ലാഹുവേ നാളെ ഞാനും നിന്റെ അടുക്കിലേക്ക് പോകേണ്ടതല്ലേ റബ്ബേ, ഞാൻ നാളെ ഖബറിന്റെ അടുക്കിലേക്ക്, ഖബറിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ പോകേണ്ടതല്ല അല്ലാഹുവേ എന്ന് നമ്മൾ കരഞ്ഞുകൊണ്ട് എന്ന് നമ്മൾ ഓർക്കാറുണ്ട്. നമ്മൾ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ, കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ നമ്മൾ ആ സമയം ചിന്തിക്കുകയോ, മരണത്തെ നമ്മൾ ഭയക്കുന്നു, പക്ഷേ അതിനു വേണ്ടിയിട്ട് പണിയെടുക്കുന്നില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ മരണമുണ്ട്, അതിനു വേണ്ടി നമ്മൾ തയ്യാറാകുന്നില്ല. ഇസ്രായേൽ വരും എന്ന് നമുക്കറിയാം, എപ്പോഴും പിടിക്കാം, റൂഹ് എപ്പോഴും പിടിക്കാമെന്ന് നമുക്കറിയാം, പക്ഷെ അതിനു വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകാത്തതാണ്. ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, ബഹുമാനപ്പെട്ടവര് പറയാ, അഞ്ചാമതായിട്ട് ശൈത്താനിനെ അവിടുന്ന് ഒഴിവാക്കി അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്ന് നമുക്കറിയാം. എന്നൊക്കെ നമുക്കറിയാം ശൈത്താന്റെ പണിയാണ്, ഇതൊക്കെ ചെയ്യുന്നത് ശൈത്താന്റെ പണിയാണ്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. അതുകൊണ്ട് ഇതൊക്കെ അറിയാം, പക്ഷെ പിന്നെയും നമ്മൾ ശൈത്താനിനോട് ഇതിനോട് യോജിച്ച് നമ്മൾ പിന്നെയും അവന് വേണ്ടി അവൻ ഇഷ്ടപ്പെടുന്ന, ശൈത്താൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ്. നമുക്ക് കാത്തിരക്ഷിക്കട്ടെ. ആറാമതായിട്ട് ബഹുമാനപ്പെട്ടവർ പറയാ, നരകത്തെ നമ്മൾ ഭയക്കാറുണ്ട്, നരകത്തെ പേടിയാണ്, നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നറിയാ, പക്ഷെ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നില്ല, അതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് നമ്മൾ നന്മ ചെയ്യുന്നില്ല, തിന്മ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ ഏഴാമതായിട്ട് പറയുകയാണ്, സ്വർഗമുണ്ട്, ആ സ്വർഗത്തിലേക്ക് പോകേണ്ടതാണെന്നറിയാ, പോകണം, അത് വേണമെന്നറിയാ, സ്വർഗമാണ് വലുതെന്ന് കരുതുമ്പോ ആ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ നാം ഈ ദുനിയാവിൽ പണിയെടുക്കുന്നില്ല. എട്ടാമതായിട്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, നിങ്ങൾ രാവിലെ നിന്റെ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റാൽ നിന്റെ ന്യൂനതകളെ നീ പുറകിലേക്ക് വലിച്ചെറിയുന്നു. നമ്മുടെ ന്യൂനതകളെ നാം പുറകിലേക്ക് വലിച്ചെറിയും, പുറകിലേക്ക് മാറ്റിവെക്കും. ആ ന്യൂനതകളെ നമ്മൾ വലിച്ചെറിയോ, നമ്മുടെ ന്യൂനതകളെ എടുത്തു നോക്കുക, മറ്റുള്ളവന്റെ ന്യൂനതകൾ തിരയലാണ്
മറ്റുള്ളവന്റെ ന്യൂനതകൾ നോക്കലാണ്, മറ്റുള്ളവരെ പറ്റിയിട്ട് ഓരോന്നും അവന്റെ പച്ചയിറച്ച് ഭക്ഷിക്കലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ എട്ടുകാരൻ നിന്റെ ജീവിതത്തില്ലെങ്കിൽ അല്ലാഹു നിന്റെ ദുആ സ്വീകരിക്കില്ല എന്ന് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം മഹാനായ ഇമാം ഗസാലി തങ്ങൾ നമ്മോട് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല റബ്ബിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു തന്നെ തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു ആയുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഈ 8 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 8 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങളെ നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുക, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് നീങ്ങുക. ഒരുപാട് നന്മ നമ്മുടെ നാട്ടിൽ ഇന്നൊക്കെ നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവരുണ്ട്. നമ്മൾ കാണുമ്പോൾ പാവപ്പെട്ടവരല്ല എന്ന് തോന്നും, പക്ഷേ നമ്മളൊക്കെ തെരഞ്ഞു പിടിച്ച് നമ്മുടെ നാട്ടിലൊക്കെ പാവപ്പെട്ട ആളുകൾ അവരൊക്കെ സഹായിക്കാം. നമ്മളൊക്കെ ചില ആളുകളൊക്കെ വലിയ വലിയ പണക്കാർ, വലിയ വലിയ സമ്പന്നർ നമ്മളൊക്കെ കല്യാണം നടത്തുമ്പോൾ വലിയ ആഘോഷമായി നടത്താതെ അതിൽ നിന്നും ആ ആഘോഷത്തിനെ മാറ്റിവെച്ച പൈസ എടുത്തിട്ട് ആ പണമെടുത്തിട്ട് ഒരു പാവപ്പെട്ട ഒരു പെണ്ണിനെ, ഒരു പാവപ്പെട്ട ഒരു കുട്ടിയെ കല്യാണം, തൻ്റെ മകൻ കല്യാണം കഴിക്കുമ്പോൾ അതോടുകൂടെ അവരുടെ കല്യാണം നടത്താം. ബാബുദിന്റെ തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെയൊക്കെയാകണം നാട്ടിൽ നന്മ നമ്മൾ പ്രചരിപ്പിക്കുക, നന്മയോടുകൂടെ മുന്നോട്ട് നീങ്ങാൻ, നന്മയുടെ വാതായനങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങാൻ അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനം ഇത് ഉയർത്തേണ്ടത് ഇത് നാട്ടുകാരുടെ കടമയാണ്, നമ്മുടെ ആവശ്യമാണ് എന്ന് കരുതണം. എന്ന് കരുതി നമ്മൾ ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള ഇന്ന് വരെ നാട്ടുകാർ വളരെയധികം സഹായ സഹകരണങ്ങളാണ് ചെയ്തത് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. എന്നിരുന്നാലും ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനത്തിന്റെ പുരോഗതിയിലേക്ക് വേണ്ടുവോണം ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണം, നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നേരാവണ്ണം ജീവിച്ച് നേരാവണ്ണം മരിക്കാൻ റബ്ബിന്റെ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് തങ്ങളിവിടെ ദുആ ചെയ്യാറുണ്ട്, തങ്ങളുടെ നസീഹത്തും ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പാടുള്ളൂ. തങ്ങൾ പറഞ്ഞത് ചെറിയൊരു ദുആ നടത്താനാണ്. ഇൻഷാ അല്ലാഹ് ചെറിയൊരു ദുആ, കൂടുതലൊന്നും പോകില്ല, ചെറിയൊരു ദുആ നടത്തിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. നമുക്ക് പിരിയലല്ല, ഇൻഷാ അല്ലാഹ് തങ്ങളുടെ പ്രാർത്ഥനയും നസീഹത്തും അത് കഴിഞ്ഞ് നിങ്ങൾ പോകാറുള്ളൂ. ഞാൻ പിരിഞ്ഞു പോകും, ഇൻഷാ അല്ലാഹ് നിങ്ങൾ പിരിയരുത്. അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹു നേരാവണ്ണം ജീവിക്കാൻ അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജലദോഷവും കഫക്കെട്ടൊക്കെയാണ്, ജലദോഷമൊക്കെയാണ്, ഇങ്ങനെ ഒരുപാട് രോഗങ്ങളാണ്. അല്ലാഹു രോഗങ്ങളൊക്കെ മാറ്റി തരട്ടെ. മലപ്പുറത്തുകാരെ കാലാവസ്ഥ പിടിച്ചപ്പോൾ പിന്നെ വയനാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ പിന്നെ മലപ്പുറത്തുകാരനാണ്. വയനാട്ടിലേക്ക് കയറിയാൽ പിന്നെ ജലദോഷം കഫക്കെട്ടൊക്കെയാണ്. കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് മലപ്പുറത്തുകാർ ആ കാലാവസ്ഥ പിടിച്ചുപോയി. അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരുപാട് ആളുകൾ അല്ലാഹു അവർക്കൊക്കെ അല്ലാഹു ആയുസ്സും ആരോഗ്യം ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് എല്ലാവരും എഴുന്നേറ്റ് വന്ന് നമ്മൾ കുറേ സമയമായി നമ്മൾ മഗ്‌രിബിന് ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ അറിയാൻ സാധിച്ചു. അല്ലാഹു ഈ സമയം വരെ ഇൻഷാ അല്ലാഹ് നിന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, എൻ്റെ സഹോദരന്മാർ അല്ലാഹുവേ അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ, അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാൻ. അതുകൊണ്ടൊരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹു നമ്മുടെ ദുആയെ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു വിഷമങ്ങളൊക്കെ അല്ലാഹു മാറ്റി തരട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഫി മസീദ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരുപാട് ആളുകൾ, അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളെ ബന്ധപ്പെട്ടവർ, ഞങ്ങളുടെ സ്നേഹിതന്മാർ
അല്ലാഹുവേ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ, വിശാലമാക്കി കൊടുക്കണേ അല്ലാ, സ്വർഗീയ പൂന്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനേ. റബ്ബേ റഹ്മാനായ നാഥാ, അല്ലാഹുവേ ഞങ്ങൾ മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ് അല്ലാഹുവേ, ഞങ്ങളുടെ ദുആനെ നീ തട്ടിക്കളയല്ല റബ്ബേ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ നാളെ നിന്റെ ദർബാറിലേക്ക് ഞങ്ങൾ ഒറ്റയ്ക്ക് കടന്നു വരികയാണ് റബ്ബേ. നാളെ മഹ്ശറയിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോ ഞങ്ങൾക്ക് കൂട്ടിനാരുമില്ല. ഞങ്ങൾ ഇന്നലെ സ്നേഹിച്ച ഞങ്ങളുടെ മാതാപിതാക്കളില്ല, ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ മാതാപിതാക്കളോ ഞങ്ങളുടെ മക്കളോ ഞങ്ങളുടെ ഭാര്യയോ ഞങ്ങളുടെ ഭർത്താവോ ആരുമില്ല റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ ഒറ്റയ്ക്കാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ അർശിന്റെ തണൽ നൽകണേ അല്ലാ. ഒരു ചാൺ മുകളിൽ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിക്കുമ്പോ താങ്ങാൻ കഴിയില്ല റബ്ബേ, താങ്ങാൻ കഴിയില്ല റബ്ബേ. കാത്തുരക്ഷിക്കണേ അല്ലാ, കാത്തുരക്ഷിക്കണേ അല്ലാ. അർഹമു റഹീമായ നാഥാ റബ്ബേ, സിറാത്ത് പാലം മിന്നൽ വേഗതയിൽ കടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ അവതാരത്തിലാക്കല്ല റബ്ബേ, അല്ലാഹുവേ സ്വർഗ്ഗത്തിലാക്കണേ അല്ലാ, നരകത്തിലാക്കല്ല റബ്ബേ, നരകത്തിലാക്കല്ല അല്ലാ. റബ്ബേ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗദുൽ കൗസർ ഞങ്ങൾക്കൊന്ന് വാരി കുടിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ചില ആളുകൾക്ക് ഹൗദുൽ കൗസറിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്രേ, എൻ്റെ ഉമ്മത്തിലെ ചില ആളുകൾക്ക് അതിന് കഴിയില്ല. അല്ലാഹുവേ ഞങ്ങൾ ഉൾപ്പെടുത്തല്ല റഹ്മാനേ. അല്ലാഹുവേ പുറത്തിട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ റഹീമേ, ഹൗദുൽ കൗസറിന്റെ ചാരത്ത് ചെന്ന് ഞങ്ങൾക്ക് നിന്ന് ഓന്തി കുടിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ റഹ്മാനായ നാഥാ, ഇബ്രാഹിം നബിയുടെ വിളിയാണോ ഞങ്ങളുടെ കൽബങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാ, എത്തിക്കണേ അല്ലാ, കേൾപ്പിക്കണേ അല്ലാ, കേൾപ്പിക്കണേ അല്ലാ. റബ്ബേ റഹ്മാനായ നാഥാ, മദീന റളിയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ ഹബീബിയേ, അസ്സലാമു അലൈക്കും യാ തുബീബിയേ എന്ന് സലാം പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. മദീന കാണാതെ മരിപ്പിക്കല്ല റബ്ബേ, മദീന കാണാതെ മരിപ്പിക്കല്ല റബ്ബേ. ഞങ്ങളുടെ ദുആനെ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളുടെ ദുആനെ നീ സ്വീകരിക്കണേ അല്ലാ, തട്ടിക്കളയല്ല റബ്ബേ. അല്ലാഹുവേ റബ്ബേ റഹ്മാനായ നാഥാ, നിങ്ങളുടെ കഴിഞ്ഞ ജീവിത കാലയളവിൽ ഞങ്ങൾ ചെറുതും വലുതുമായ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അറിഞ്ഞും പറയാതെ ചെയ്ത തെറ്റാണ് റബ്ബേ. കാരുണ്യവാനായ അല്ലാ, കരുണാനിധിയായ അല്ലാ, അല്ലാഹുവേ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കി തരണേ അല്ലാ, മാപ്പാക്കി തരണേ അല്ലാ, പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. നീയാണ് വലിയവൻ, ഞങ്ങളുടെ ദുആനെ സ്വീകരിക്കണേ അല്ലാ. സത്താറെ ഗഫൂറെ മജീദ് രാജസീതായ നാഥാ, ഞങ്ങളുടെ ദുആനെ നീ തട്ടിക്കളയല്ല റബ്ബേ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് പണ്ഡിതന്മാരുള്ള, അല്ലാഹുവേ ഒരുപാട് ഒരു മജ്ലിസാണ് റഹ്മാനായ നാഥാ, ഞങ്ങളുടെ ദുആനെ നീ തട്ടിക്കളയല്ല റബ്ബേ, സ്വീകരിക്കണേ അല്ലാ. റബ്ബേ റഹ്മാനായ നാഥാ, സമസ്തയുടെ നേതാക്കന്മാർ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ കൂട്ടുമല ഉസ്താദ്, അല്ലാഹുവേ കാണമ്പാടി ഉസ്താദ്, അല്ലാഹുവേ ഇങ്ങനെ ഒരുപാട് ഒരുപാട് മഹാരഥന്മാർ എടുത്ത് ഞങ്ങളോട് നിന്ന് വിട പറഞ്ഞു പോയ കുഞ്ഞാണി ഉസ്താദ്, അല്ലാഹുവേ അത്തിപ്പറ്റ ഉസ്താദ്, റഹ്മാനായ നാഥാ അല്ലാഹുവേ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ, ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ.
ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ, സമസ്തയെ നയിക്കുന്ന ആലിമീങ്ങൾ അല്ലാഹുവേ, ബഹുമാനപ്പെട്ട ശൈഖുനാ ശൈഖുൽ ജാമിയ അല്ലാഹുവേ, ഉസ്താദിന് നീ അല്ലാഹുവേ ആയുസ്സും ആരോഗ്യം ആഫിയത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, സമസ്തയുടെ പണ്ഡിതന്മാർ അല്ലാഹുവേ, എലങ്കുളം ബാപ്പു ഉസ്താദ് അല്ലാഹുവേ, ജിഫ്രി മുത്തുക്കോയ തങ്ങള് അല്ലാഹുവേ, ഇങ്ങനെ ഒരുപാട് മഹാരഥന്മാർ റബ്ബേ, അവരാണ് ഞങ്ങളുടെ വഴികാട്ടികൾ. പണക്കാട് പൊന്നോവരുകൾ അവരാണ് ഞങ്ങളുടെ വഴികാട്ടികൾ. അല്ലാഹുവേ, അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാ, പ്രദാനം ചെയ്യണേ അല്ലാ. റബ്ബേ, ഈ പ്രസ്ഥാനത്തെ നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാ. ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ അല്ലാഹുവേ, അല്ലാഹുവേ, നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ, ബുദ്ധി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, റഹ്മാനായ നാഥാ, അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇൽമു പറഞ്ഞു തരുന്ന ഉസ്താദുമാർ, ഞങ്ങൾക്ക് ഇൽമു നുകർന്നു തരുന്ന ഞങ്ങളുടെ ഉസ്താദുമാർ അല്ലാഹുവേ, ബഹുമാനപ്പെട്ട ഐത്തമി ഉസ്താദ് അല്ലാഹുവേ, ബഹുമാനപ്പെട്ട ചുങ്കത്തർ ഉസ്താദ്, മുടിക്കോട് ഉസ്താദ് അല്ലാഹുവേ, കൂമണ്ണ ഉസ്താദ്, ഇങ്ങനെ ഒരുപാട് ഉസ്താദുമാർ അല്ലാഹുവേ, ഇവർക്കൊക്കെ നീ ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാ, പ്രദാനം ചെയ്യണേ അല്ലാ, പ്രദാനം ചെയ്യണേ റഹ്മാനേ. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും മരിക്കുന്ന നേരത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട ചുങ്കത്തർ ഉസ്താദിന്റെ പിതാവ് ഞങ്ങളോട് വിട പറഞ്ഞു. അല്ലാഹുവേ, ഉസ്താദിന്റെ ഉപ്പയുടെ ഖബർ വിശാലമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ, സ്വർഗീയ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ അല്ലാ, സ്വർഗീയ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, സ്വർഗീയ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആഇനെ സ്വീകരിക്കണേ അല്ലാ, തട്ടിക്കണേ അല്ല റബ്ബേ. അല്ലാഹുവേ, മക്കളില്ലാതെ 5, 6, 7 വർഷം കാലമായി വല്ലാതെ വിഷമം അനുഭവിക്കുന്ന ആളുകൾക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് നൽകിയതുപോലെ മക്കളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ, മക്കളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ പരിപാടിക്ക് വേണ്ടി കണ്ട് രാപ്പകലോളം കഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അല്ലാഹുവേ. ഇവിടെ ഒരുപാട് നിന്റെ വിദ്യാർത്ഥികൾ, ഈ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഈ കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ അല്ലാഹുവേ, അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ, അവർക്കൊക്കെ നീ നാഫിയായ ഇൽമു പ്രദാനം ചെയ്യണേ അല്ലാ, ബുദ്ധി കൂർമ്മത നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ സ്ഥാപനത്തിൽ ഇൽമു നുകർന്നു കൊടുക്കുന്ന ഇവിടുത്തെ ഉസ്താദുമാര് അല്ലാഹുവേ, അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാ. റബ്ബേ, ഈ സ്ഥാപനത്തെ നീ അല്ലാഹുവേ, ഈ സ്ഥാപനത്തെ നീ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് എത്തിക്കണേ റഹ്മാനേ, ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് നീ എത്തിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് സഹകരിക്കുന്ന നമ്മുടെ പ്രവാസ ലോകത്ത് കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്, പ്രവാസികളുണ്ട്, അതുപോലെ തന്നെ പല ആളുകളുണ്ട് റഹ്മാനേ. അല്ലാഹുവേ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ, പ്രതിഫലം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ ജോലിയിൽ നീ ഹൈറും ബർക്കത്ത് നൽകണേ അല്ലാ, ഹൈറും ബർക്കത്ത് നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ ദുആഇനെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, റഹ്മാനായ നാഥാ, പല പ്രഭാഷണ വേദികളിൽ എന്നോടൊപ്പം പങ്കിടാറുള്ള ഹുസൈൻ എന്ന് പറയുന്ന, ബാദശ എന്ന് പറയുന്ന സഹോദരന്മാര് അല്ലാഹുവേ, അവർക്ക് നീ ആയുസ്സും ആരോഗ്യം ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, റഹ്മാനായ നാഥാ, പലരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റഹ്മാനായ റബ്ബേ. പല സ്നേഹിതന്മാർ പല കാര്യങ്ങളിലായി അല്ലാഹുവേ, ഷബീർ എന്ന് പറയുന്ന സഹോദരൻ, അതുപോലെ തന്നെ സിനാൻ എന്ന് പറയുന്ന സഹോദരൻ, ഇവർക്ക് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റഹ്മാനായ നാഥാ. ഇവർക്കൊക്കെ നീ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ റഹ്മാനെ ഉദ്ദേശം നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ
ഞങ്ങളുടെ ദുആനെ തട്ടിക്കളയല്ല റബ്ബേ. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ മക്രിങ്ങളുടെ മക്രിനെ തൊട്ടോ, സാഹിരീങ്ങളുടെ സിഹറിനെ തൊട്ടോ, കാഫിരീങ്ങളുടെ കുഫറിനെ തൊട്ടോ അല്ലാഹുവേ കാത്തിരക്ഷിക്കണേ അല്ലാ. ശൈത്താനെ വലയിലാക്കല്ല റബ്ബേ, ശൈത്താനെ വലയിലാക്കല്ല റബ്ബേ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ വിനീതിന് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. എൻ്റെ ഒരു സുഹൃത്ത് അക്ബർ എന്ന് പറയുന്നൊരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ മൂത്തമ്മ ഈ അടുത്ത് മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കട്ടെ, സ്വർഗീയ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്ന് മരണപ്പെട്ട ആളുകൾ അവരുടെ ഖബറിടം അല്ലാഹു സ്വർഗീയ പൂന്തോപ്പാക്കട്ടെ ഇൻഷാ അല്ലാഹ്. നമുക്കറിയാം തെന്നിന്ത്യയിലെ അത്യുന്നത മതകലാലയമായ പട്ടിക്കാട് ജാമിയ നൂരിയ നമുക്കേവർക്കും സുപരിചിതമാണ്. ആ സ്ഥാപനത്തിൻ്റെ മഹാസമ്മേളനം അടുത്ത മാസം 9, 10, 11 തീയതികളിലാണ് ഇൻഷാ അല്ലാഹ്. ആ സമ്മേളനത്തിലേക്ക് ഇതിൽ വ്യാഴാഴ്ച ഇൻഷാ അല്ലാഹ് വലിയൊരു ആത്മീയ സംഗമം, ഒരുപാട് സംസ്ഥയുടെ ആലിമ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരുപാട് വലിയൊരു സദസ്സ്, അതിലേക്കൊക്കെ ഈ വിനീതൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. എല്ലാവരും അതിലൊക്കെ പങ്കെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിനീതന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. എൻ്റെ കുടുംബം, അതുപോലെ തന്നെ എനിക്ക് ഇൽമു പറഞ്ഞു തരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, ഈ ഉസ്താദുമാർക്കൊക്കെ വേണ്ടി ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ, ഇവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.